ഇതിന് നിയമപരം എന്നതിനേക്കാളും രാഷ്ട്രീയമായിട്ടുള്ള പ്രാധാന്യമാണുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം 1989 നടന്നുപോയ ഒരു കാര്യത്തെക്കുറിച്ച് ഇത്രയും കാലത്തിന് ശേഷം എന്തെങ്കിലും തരത്തിലുള്ള അന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നു അവർക്ക് വിചാരണ ചെയ്ത് ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്നൊക്കെ പറഞ്ഞത് സ്വാഭാവികമായിട്ടുള്ള കാര്യമല്ല. അത് നമ്മുടെ നാട്ടിലെ നിലവിലുള്ള നീതിന്യായ സംവിധാനത്തിൽ പ്രായോഗികവുമല്ല. പിന്നെ എന്റെ രാഷ്ട്രീയ പ്രാധാന്യം എന്ന് വെച്ചാൽ CPM എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി, കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം, കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായിട്ട് അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പല വിധത്തിലുള്ള നിയമവിരുദ്ധ പ്രവൃത്തികളിലേക്ക് ഒരു ചെറിയ ജാലകം തുറക്കുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഈ പോസ്റ്റൽ വോട്ടിൽ നടത്തുന്ന തട്ടിപ്പ് കൃത്രിമം എന്നൊക്കെ പറയുന്നത് പുതിയ കാര്യമൊന്നുമല്ല, ഇതൊക്കെ എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. സർവീസ് വോട്ടർമാർ അധികവും CPM അനുഭാവികളായിട്ടുള്ള ഇന്ത്യ യൂണിയൻകാരാണ്. അപ്പൊ അവരുടെ ഒക്കെ ഈ തപാൽ വോട്ടുകൾ ബന്ധപ്പെട്ട യൂണിയൻ നേതാക്കന്മാരുടെ പാർട്ടി നേതാക്കന്മാർ പൂർണ്ണമായിട്ടും കൈവശം കളക്ട് ചെയ്ത് അത് തുറന്നു നോക്കി ഇത് നമുക്ക് തന്നെ അല്ലേ ചെയ്തിട്ടുള്ളതെന്ന് ഉറപ്പുവച്ചതിന് ശേഷം അവിടെ സബ്മിറ്റ് ചെയ്യുന്ന പരിപാടി പണ്ടേ ഉള്ളതാണ്, ഇപ്പോഴും ഉള്ളതാണ്. അത് ഇപ്പൊ സമീപകാലത്ത് പുതിയ പല തട്ടിപ്പുകൾക്കും വേദി തുറന്നു കിട്ടിയിട്ടുണ്ട്. ഉദാഹരണത്തിന് വളരെ വയോധികരായിട്ടുള്ള ആളുകൾ വീട്ടിൽ പോയി വോട്ട് ചെയ്യണം ഒരു സംവിധാനം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ട. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ വൃദ്ധരായ വയോധികരായ ആളുകൾക്ക് വോട്ട് ചെയ്യാനായിട്ട് ബൂത്തിൽ വരാൻ നിവർത്തിയില്ല. 80 വയസ്സ് കഴിഞ്ഞു. അവരുടെയൊക്കെ വോട്ട് വീട്ടിൽ പോയി വോട്ട് ചെയ്യുന്ന രീതി അത് ഒന്ന് പഠിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന മാധ്യമ പ്രവർത്തകർക്കൊരു അവസരം തുറന്നു കിട്ടുക. അതുപോലെ പണ്ട് ഈ വോട്ട് നമ്മുടെ ബാലറ്റ് പേപ്പർ ഉണ്ടായിരുന്ന സമയത്ത് ഇപ്പൊ യന്ത്രത്തിലായതുകൊണ്ട് പഴയ പോലെ നടക്കും. അതിൽ ഈ വോട്ടെണ്ണെന്നും അറിയുമ്പോൾ ഇന്ത്യൻ തരാം. അപ്പൊ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ വോട്ട് എണ്ണി ജയിപ്പിക്കുന്ന ഒരു പരിപാടി എല്ലാ ഇലക്ഷനിലും എല്ലായിടത്തും നടക്കില്ല. ചെറിയ വ്യത്യാസത്തിൽ 10, 25 അല്ലെങ്കിൽ 10, 50, 100-ൽ താഴെ വോട്ടുകളുടെ വ്യത്യാസത്തിൽ ഒരു സ്ഥാനാർത്ഥി ജയിക്കോ തോൽക്കുകയോ ചെയ്യാവുന്ന ഒരു മണ്ഡലത്തിൽ അങ്ങനെയുള്ള ചില കൃത്രിമങ്ങൾ ചെയ്യാവുന്നതാണ്. വോട്ട് രണ്ടാമത് എണ്ണിയാൽ മാത്രമേ അതിലെ ഈ തട്ടിപ്പ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ വോട്ടെണ്ണലിൽ കൃത്രിമം നടക്കും. ചെറിയ പരിധി വരെ വലിയ വ്യത്യാസം പറ്റാൻ 100-ൽ താഴെ വോട്ടുകൾ അത് വേണമെങ്കിൽ. അതല്ലെങ്കിൽ ഈ പോസ്റ്റൽ ബാലറ്റ് എന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രസക്തമല്ല. ഇവിടെ ഉദാഹരണം പറഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ്. അവിടെ ആയിരങ്ങളുടെ 10,000ങ്ങളുടെ ഭൂരിപക്ഷത്തിലാണ് ഓരോ സ്ഥാനാർത്ഥിയും ജയിച്ചത്. 8, 10 അല്ലെങ്കിൽ 10, 100, 150 പോസ്റ്റൽ വോട്ടിൽ തിരിച്ചുകൊണ്ട് നടത്തുകൊണ്ടൊന്നും തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ ബാധിക്കും. നേരെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്. ഓരോ വോട്ടും പ്രധാനമാണ്. 2 വോട്ടിനും 3 വോട്ടിനായിരിക്കും ഒരു സ്ഥാനാർത്ഥി ജയിക്കും. അവിടെ 8, 10 പോസ്റ്റൽ വോട്ടുകൾ അതിൽ കൃത്രിമം നടത്തി കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിന്റെ ഫലം മാറിപ്പോകും. തെരഞ്ഞെടുപ്പ് നടത്തുന്ന എല്ലാ കൃത്രിമവും ഒരുപോലെ ഫാറ്റിൽ നിന്ന്. പക്ഷെ ചെറിയ ഭൂരിപക്ഷത്തിൽ സ്ഥാനാർത്ഥി ജയിക്കാവുന്ന മണ്ഡലത്തിലാണ് ഇതുപോലെയുള്ള തട്ടിപ്പുകളുടെ ആഘാതം കൂടുതലായിട്ട് ഉണ്ടാകുക. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ ജയശങ്കർ. സൂചിപ്പിച്ചത് നിയമപരം എന്നതിനേക്കാൾ കൂടുതലായി അതിന്റെ രാഷ്ട്രീയ മാനം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്നുള്ളതാണ്.